എൻ ശ്രീകുമാർ, ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട പരാജയത്തിനും ഒരു ഉത്തരവാദി ഉണ്ടാവണമല്ലോ. വിജയത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ ഏറ്റെടുക്കേണ്ടത് നേതാക്കന്മാർ. ഇപ്പോൾ ഹസൻ പറയുകയായിരുന്നു, ഞാൻ 18 മാസം ഈ വർക്കിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചപ്പോൾ നല്ല വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. തൃശ്ശൂരിൻ്റെ കാര്യം അപ്പോഴും ഹസനുമില്ല മിണ്ടാട്ടം. പിന്നെ അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് അഭിമുഖത്തിൽ, നിങ്ങളിങ്ങനെ 2 തവണ വർക്കിംഗ് പ്രസിഡൻ്റായി ഇരുന്നിട്ടുണ്ട്, അപ്പോൾ ഇനിയെങ്കിലും ഒരു പ്രസിഡൻ്റായിട്ടിരിക്കാൻ കഴിയണ്ടേ? ഇല്ല, ഞാൻ അതിനൊന്നും പോകുന്നില്ല. ഈ മുൻ KPCC ചുമതലയുള്ള അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പദവിയുണ്ടല്ലോ, അതിൽ ഞാൻ തൃപ്തനാണ്. അപ്പോൾ ഈ മനസ്സ് പോകുന്ന വിധം നോക്കിക്കൊള്ളണം. ഒന്നുകിൽ പ്രസിഡന്റ് ആകാൻ പറ്റുക, പ്രസിഡന്റ് ആയില്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റെങ്കിലും ആയിരിക്കാൻ കുറച്ചു കാലം കഴിയുക. ഈ രൂപത്തിലാണ് ആ പദവിയെ അധപ്പതിപ്പിച്ചിരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു പേരോടെ ശേഷം കാലം ജീവിക്കാൻ കഴിയുമല്ലോ എന്ന രൂപത്തിലാണ് അതിൻ്റെ ഉത്തരവാദിത്തമായി അദ്ദേഹം അത് അനുഭവിച്ചതെങ്കിൽ, എന്ന് വെച്ചാൽ അങ്ങേയറ്റം വ്യക്തിപരമായൊരു നേട്ടം, ഒരു പദവിയിൽ ഇരിക്കാൻ കഴിഞ്ഞ ഒരവസരം എന്ന് മാത്രമായി കാണുകയാണെങ്കിൽ ഈ പദവികളിലൊക്കെ ഇരിക്കുന്നവരുടെ രാഷ്ട്രീയം എവിടേക്കാണ് ചോർന്നു പോയത്? എൻ ശ്രീകുമാർ, നോക്കൂ വേണു, ഇവിടെ ഈ ചർച്ചയിൽ ശ്രീ നാരായണൻ നമ്പൂരിയും ശ്രീ റെജി ലൂക്കോസും അവരുടെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞല്ലോ. രണ്ടുപേരും വേണു പറഞ്ഞ ചോദ്യങ്ങൾക്ക് അല്ല മറുപടി പറഞ്ഞത്. നാരായണൻ നമ്പൂരി പറഞ്ഞത് സതീശൻ പിണറായിക്ക് അടിപ്പെടുന്നു. റെജി ലൂക്കോസ് പറഞ്ഞത് സതീശൻ മറ്റേ രമേശ് ചെന്നിത്തലയെ ചെറുതാക്കാൻ നോക്കുന്നു. വേണു ചോദിച്ചത് സതീശൻ BJPക്ക് ദൂരം കുറച്ചു കൊടുക്കുന്നു. ഇതൊന്നും അവർക്ക് ഉത്തരവില്ല. കാരണം എന്താ അറിയോ, ഒരു പ്രതിപക്ഷ നേതാവ് ശക്തനായി വരുമ്പോൾ ഇങ്ങനത്തെ ആരോപണങ്ങൾ കേൾക്കും. മുമ്പ് കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഏറ്റവും അധികം ആരോപണം നേരിട്ടത്. അന്ന് KPCC പ്രസിഡന്റുമാരായിരുന്നവരെ ഒരു ചെറിയ വ്യത്യാസമുണ്ടാണ്. ആന്റണിക്ക് ശേഷം കേരളത്തിലെ PCC അധ്യക്ഷന്മാരെ ഏതാണ്ട് കരുണാകരൻ തീരുമാനിച്ചിരുന്നവരാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തനായിരുന്നു. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇന്ന് പ്രതിപക്ഷ നേതാവും സുധാകരനും തുല്യരാണ്. ഈ തുല്യരിൽ ഒന്നാമൻ ആര് എന്നൊരു തർക്കം സാധാരണ രാഷ്ട്രീയക്കാർക്കിടയിൽ വരും, പ്രൈമസ് ഇൻ്റർപ്രസ് എന്നുള്ളത്. അപ്പോൾ ആ തുല്യരിൽ ഒന്നാമൻ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ അതിൽ താല്പര്യം വരും. അത് കോൺഗ്രസ് നേതാക്കളിലുമുണ്ട്, എല്ലാ നേതാക്കളിലുമുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ മിഷൻ 2025 ചർച്ചയായതെന്ന് വെച്ചാൽ ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, BJPയുടെ കാര്യം വളരെ കഷ്ടത്തിലേക്ക് പോകുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കൂടുതൽ ദുർബലനാകുന്നു. കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇനി അധികാരത്തിൽ വരില്ല എന്നൊരു ശക്തമായ തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അടുത്ത സംസ്ഥാന ഭരണം UDFന് കൊടുക്കണമെന്നുള്ളത്. അങ്ങനെയുള്ള അവസരത്തിൽ അങ്ങനെ വെറുതെ ഈസിയായിട്ട് ജനങ്ങൾ കൊണ്ടേൽപ്പിക്കാൻ കാത്തു നിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കോൺഗ്രസിന് ദോഷം ചെയ്യും. അത് ജനങ്ങൾക്കിടയിൽ ആവണമെന്നില്ല. പക്ഷേ അസംതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടായാൽ കോൺഗ്രസ് വെറുക്കപ്പെടും. അങ്ങനെ കോൺഗ്രസ് വെറുക്കപ്പെടാതിരിക്കാൻ മുൻകൂട്ടി എടുക്കുന്ന തീരുമാനമാണ് ഈ മിഷൻ 2025 എന്നുള്ളത്. അതിലെന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ അതിൽ ആർക്കും പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വമൊന്നും രേഖാമൂലം കൊടുത്തിട്ടില്ല. BD സതീശനോട് അതിൻ്റെ ചുമതല ഏൽക്കാൻ ആ KPCCയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് ഏറ്റെടുത്ത ശേഷം ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി 2 ക്യാമ്പിൽ, അതായത് കോട്ടയത്തും തിരുവനന്തപുരത്തും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ഹൈക്കമാൻഡിനോട് ഇടപെടാൻ പറഞ്ഞു. 2 ദിവസം കൊണ്ട് ഹൈക്കമാൻഡ് ഇടപെട്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് അച്ചടക്ക സമിതി ചെയർമാനോട് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ട് എന്തായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നം? ശ്രീകുമാർ, സതീശൻ ഇങ്ങനെ പറയും. അതുകൊണ്ടാണ് ഇവരൊക്കെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എന്ന് സൂക്ഷ്മമായി അങ്ങ് പരിശോധിച്ചെങ്കിൽ, ഞാൻ അങ്ങയോട് ചോദിച്ചാൽ അങ്ങേയും മറുപടി പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിക്കൊരു ചുമതല കൊടുക്കുമ്പോൾ പ്രവർത്തകൻ മുതൽ നേതാക്കന്മാർ വരെ അത് ഒറ്റ മനസ്സോടെ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ സതീശനെ ഈ പറയുന്ന കോൺക്ലേവിലൂടെ 2 ദിവസം ഇരുട്ട വിളക്കിയിരുന്ന് ചർച്ച ചെയ്തല്ലോ. KC വേണുഗോപാൽ ഇങ്ങനെ താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്. സതീശനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? KPCC അധ്യക്ഷൻ മുതലുള്ളവർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് സതീശനും ഉത്തരവാദിയായിട്ടുണ്ട് ഉണ്ടോ എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ ശ്രീ നാരായണ നമ്പൂരി പറയുകയുണ്ടായി, പറയാൻ പാടില്ലാത്ത വാക്ക് സുധാകരൻ പറയുകയുണ്ടായി എന്ന്. പറയുന്ന വാക്കുകളാണോ VD സതീശൻ പറഞ്ഞത്? ഈ പുതുപ്പള്ളി വിജയത്തിന് ശേഷം നാം കാണുന്ന എന്താണ്? ആദ്യം തന്നെ മൈക്കും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് VD സതീശൻ. സുധാകരൻ വരുമ്പോൾ മൈക്കുകളിലും കൂടെ ചേർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി അതും തൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ്. സുധാകരൻ വന്നിട്ട് KPCC പ്രസിഡന്റ് അല്ലേ, ഞാനല്ലേ ആദ്യം സംസാരിക്കേണ്ടെന്ന് പറയുമ്പോൾ തന്നെ അസ്വസ്ഥനാവണില്ല, ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ വിജയത്തിൻ്റെ ഏക ഉത്തരവാദി താനാണ് എന്ന് പറയുവാനുള്ള ആർത്തിയാണ് അവിടെ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇദ്ദേഹം പറയുകയാണ്, ഞാനൊന്ന് തുടക്കത്തിൽ പറയുകയുള്ളൂ, ബാക്കി നിങ്ങൾ പറയൂ.
മാത്രമല്ല അങ്ങേക്കറിയുന്നതാണ് ഈ പുതുപ്പള്ളിയുടെ ചുമതല സതീശൻ ഉൾപ്പെടുന്ന സംഘത്തിന് കൊടുക്കുമ്പോൾ സുധാകരൻ പറയുകയുണ്ടായി മികച്ച രീതിയിൽ അവിടെ സതീശൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന്. മറ്റൊരാളെ പറ്റി നല്ല വാക്ക് പക്ഷേ ഈ മനുഷ്യൻ പറയില്ല. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇനി ഞാനൊരു അക്ഷരവും മിണ്ടുന്നില്ല, ഇനി പ്രസിഡന്റ് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഈ പറയുന്ന അവിടുത്തെ DCC പ്രസിഡന്റ് ഉപചാരപൂർവ്വം കെ സുധാകരന് പൊന്നാടയിടുന്നു. കെ സുധാകരൻ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു, ആ ഷാള്. അത് കഴിഞ്ഞ് സതീശൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരുമ്പോൾ എടുത്തൊരു ഒറ്റ ഏറാണ്. പൊന്നാട അണിയിക്കാൻ അടുത്തയാൾ വരുമ്പോൾ അതും എടുത്തെറിയുകയാണ്. എന്നിട്ട് അതിൻ്റെ സംഘാടകനോട് പറയാണ് എൻ്റെ കയ്യിൽ എന്നോട് സംസാരിക്കാൻ പറയണ്ട, ഞാൻ സംസാരിക്കില്ല. ഇങ്ങനെ പിണങ്ങി ശാഠ്യം പിടിച്ചിരിക്കുന്ന ഒരാൾ എന്തായാലും ഒരു മിഷൻ ഏൽപ്പിക്കാൻ തക്കവണ്ണം ഭൂഷണമായ പ്രവൃത്തി ചരിത്രമുള്ളയാളാണ് എന്ന് കരുതുക വയ്യ. അതാണ് പ്രശ്നം. ശ്രീ N. ശ്രീകുമാർ, ഈ അസഹിഷ്ണുത, ജയിക്കുമ്പോഴും പുലർത്തുന്ന ധാർഷ്ട്യം, അതിൽ ഏക അവകാശിയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള വ്യഗ്രത, അതെന്തുകൊണ്ട്? നോക്കൂ വേണു ഇങ്ങനെ ഈ നിരീക്ഷണങ്ങൾ പഴങ്കഥകൾ നിരീക്ഷണങ്ങളായി അവതരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, നേതാക്കൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൊണ്ടുവരുന്നത്. എന്തായാലും അത് വേണുവിൻ്റെ ആ ഒരു നിരീക്ഷണ പാഠം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ട് 18 സീറ്റിലും ജനങ്ങൾ ഈസിയായിട്ട് ജയിപ്പിച്ചു വിട്ടുന്നു. മാത്രമല്ല, നിങ്ങൾ മോശം വാക്ക് പ്രയോഗിച്ചു എന്ന് പറയുന്ന ശരാശരി മനുഷ്യ ചിന്താഗതിയുള്ള കെ സുധാകരനെ 1.5 ലക്ഷത്തിലധികം വോട്ടിന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ലെന്ന് വ്യക്തമായി. പക്ഷേ വിഷയമുള്ള കാര്യം തുടരണം. പ്രതിപക്ഷ നേതാവും ഇരിക്കുന്ന ഇത്തരം വേദികളിൽ ഈ കലാപരിപാടികൾ തുടരാമെന്നാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബോധ്യം? അല്ല ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് അതിലും വലിയ വിഷയം കൂടെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. കേൾക്കുന്നില്ല കേട്ടോ. പറഞ്ഞോളൂ ശ്രീ ശ്രീകുമാർ. ഹലോ, കേൾക്കുന്നോ? വേണോ? കേൾക്കാം. അതായത് ജനങ്ങൾക്ക് അതിലും വലിയ വിഷയം മുമ്പിലുണ്ട്. കാരണം ഇവിടെ ഒരു LDF ഭരണമെന്ന ആ ഒരു അവരെ അസ്വസ്ഥമാക്കുന്ന ആ ഒരു സംവിധാനത്തെ തൂത്തെറിയാനുള്ള ആ ഒരു വാശിയിൽ അവർക്ക് നിസ്സാര കാര്യമാണ്. അതുകൊണ്ട് അവരത് കണക്കിലെടുത്തില്ല. പക്ഷേ അതാ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കണമെന്നില്ല. കാരണം നമ്മൾ 2019 കണ്ടതാ. അപ്പൊ 2019 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, അപ്പോൾ വലിയ വിജയമാണ്. അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ജനം ഇതൊന്നും ഗൗരവത്തിൽ കാണുന്നില്ല. അതുകൊണ്ടാണോ ഈ പറയുന്ന പുതിയ MP-മാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് കന്റോൺമെന്റ് ഹൗസിലെ യോഗം? UDFന്റെ നേതാക്കന്മാരുമുണ്ട്. മാണി സി കാപ്പൻ അടക്കം മൈക്ക് കിട്ടി. നിങ്ങൾ ഈ പിണറായിയും മൈക്കുമായുള്ള യുദ്ധത്തെ പറ്റിയൊക്കെ വല്ലാതെ വാദോരാതെ സംസാരിക്കുന്ന കൂട്ടരല്ലേ. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മൈക്ക് തന്നെ കൊടുക്കുകയുണ്ടായില്ലല്ലോ. അതിൽ അദ്ദേഹം പരിഭവിച്ചു പോയല്ലോ. അപ്പോൾ പ്രാതൽ കഴിക്കാനായി അങ്ങോട്ടേക്ക് സതീശൻ പോയല്ലോ. ഇനി ഇദ്ദേഹം തന്നെ പാലക്കാടോ കാസർഗോഡോ മറ്റൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ DCC പ്രസിഡന്റ് എത്താൻ വൈകി. അദ്ദേഹം അതിൽ കെറുവിക്കുകയാണ്. ആലപ്പുഴയിൽ ഈ പറയുന്ന വാർത്താ സമ്മേളനം സമരാഗ്നി, ആ സമയത്താണല്ലോ കെ സുധാകരൻ്റെ മോശം പ്രതികരണം വന്നത്. ആ സമയത്ത് VD സതീശൻ ഇതൊന്നും അറിയാത്തതുകൊണ്ടാകാം നല്ല വെളുക്കനെ ചിരിച്ചുകൊണ്ട് വന്ന് സുധാകരനോട് പറയുകയാണ് 5 മണിക്കേ വാർത്താ സമ്മേളനം വിളിക്കാവൂ, അപ്പോഴേ ലൈവ് പോകൂ ചാനലുകളിൽ. അപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത് ഇതിനാണോ? മാധ്യമങ്ങളെ കാണുന്നത് തത്സമയ സംപ്രേഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അഭിരമിക്കാനാണോ? നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് കേൾക്കുമെന്നേ. അത് ആ സമയത്തും കേൾക്കും, അല്ലാത്ത സമയത്തും ഒക്കെ കേൾക്കും. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസം ഇല്ലാതെ എല്ലാം അടക്കിപ്പിടിച്ചാൽ മാത്രമേ സ്വന്തമാകൂ എന്ന ചിന്തയോടെ ഈ വ്യക്തി പ്രവർത്തിക്കുന്നത്? അല്ല വേണുവിന്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ ഓരോ സംഭവങ്ങൾ തന്നെയാണ് അതിനടിസ്ഥാനമായി പറയുന്നത്. മനസ്സിലായി? അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു പകൽ സ്വപ്നം കണ്ടതിനെ പറ്റിയല്ല പറയുന്നത്. അല്ലല്ല വേണുവിന്റെ ഉള്ളിലിരിപ്പ് ഒരു മിനിറ്റ് വേണു. എന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായെന്ന് പറയൂ. ഇങ്ങനെയൊക്കെ പ്രതികരിച്ച സതീശന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ആ കാര്യത്തിലാണ് വ്യക്തത വേണ്ടത്. അതാണ് ഓരോ ചോദ്യമായി ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല ഞാൻ പറഞ്ഞു തരാം. അതായത് വേണുവിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഇത് ഈ ചർച്ചയിൽ ഇങ്ങനെ വന്നാൽ അതിൽ ജനങ്ങൾ വിശ്വസിച്ച് ഒരു തീരുമാനമെടുക്കുന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ തെറ്റി വേണു. ഞാൻ വേണുവിൻ്റെ ഒരു കാര്യം പറയാം. കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും അവരവരുടേതായ അധികാരവും അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഉണ്ട്. ഒരൊറ്റ കാര്യം, ഞാൻ വേണു നേതാവ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വേണു കേട്ടില്ല. VD സതീശനെ കുറിച്ച് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞല്ലോ, പറയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അതായത് കേരളത്തിലെ കോൺഗ്രസ്സിലെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. അത് ആന്റണി കരുണാകരനും ഉമ്മൻചാണ്ടി രമേശൊക്കെ ആണെങ്കിൽ തന്നെ 2 ഗ്രൂപ്പുമാരുടെ 2 ക്യാപ്റ്റന്മാർ പറഞ്ഞാൽ അവിടെ തീരുമായിരുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ അതല്ല.
ഇപ്പം ഗ്രൂപ്പില്ലാത്തത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഈ കോൺഗ്രസിനെ നന്നായി പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു ക്യാപ്റ്റൻ തീരുമാനിച്ചാൽ തീരുമാനമായിരുന്നു. ഇപ്പോൾ അതല്ല. ഇവിടെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യം ആലോചിക്കൂ. ഒന്ന്, അദ്ദേഹം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് അസംബ്ലി മാത്രമാണ്. പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. പാർലമെൻ്ററി പാർട്ടി ലീഡറെ KPCC ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കോൺഗ്രസിൻ്റെ MLA മാർ വഴി നടപ്പാക്കാനുള്ള സംവിധാനത്തിനാണ്. അവിടെ നിങ്ങൾ KPCC പ്രസിഡന്റിനല്ലേ കൊടുക്കേണ്ടതെന്ന് തിരിച്ചു ചോദിക്കരുത്. അവിടെ വി.ഡി. സതീശനാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടായത്. എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് ഗൗരവത്തിൽ എടുത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, അധികാരം അടുത്തേക്ക് വരികയാണ് കോൺഗ്രസിന്റെ. മാർഗരേഖ, ഈ കർമ്മരേഖ അവതരിപ്പിക്കുന്നു. ശരി, പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അത് അങ്ങനെ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ഉറപ്പായ വഴി എന്ന് പറഞ്ഞത് എല്ലാവരും ഏറ്റെടുക്കുകയാണോ? എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ 55 or 56 പേർ അതിൻ്റെ മുകളിൽ ചർച്ച നടത്തുന്നു, അല്ലേ? അങ്ങനെ ആ രേഖ സമ്പുഷ്ടീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് കൂടുതൽ ജനബദ്ധമാകുന്നത്, അല്ലേ? ജനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനും കുറച്ചുകൂടെ പഴുതടച്ച് പറ്റുക. നിങ്ങൾ ഈ CPM-നെ പറ്റി പറയുമല്ലോ, ജനങ്ങളുമായുള്ള ജൈവബന്ധം അറ്റുപോയി എന്ന്. അങ്ങനെ അറ്റുപോകാതിരിക്കാൻ കൂടുതൽ പേർ അവിടേക്ക് ചേരുകയാണ്. അങ്ങനെ ഒരു പങ്കാളിത്തത്തോടെ അത് സമ്പുഷ്ടീകരിക്കപ്പെടുന്നു. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ഘട്ടമായി ഈ പറയുന്ന DCC തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുന്നു. അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ വരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പോകുന്നു. ഇങ്ങനെയല്ലേ ആ പ്രക്രിയ? അപ്പോൾ വയനാട്ടിലെ ചുരമിറങ്ങിക്കഴിയുമ്പോൾ എത്ര പേരെങ്കിൽ അത്രയും പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ് ഹൈക്കമാൻഡ് ഒരുപക്ഷെ ഈ കർമ്മരേഖയിലൂടെ വിഭാവനം ചെയ്തിട്ടുണ്ടാവുക. അത് എൻ്റെ കൈവെള്ളയിൽ തന്നെ ഇരിക്കണം, എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ എല്ലായിടത്തേക്കും വിതരണം ചെയ്യപ്പെടണം എന്ന മൊത്തക്കച്ചവടക്കാരൻ റോളിലേക്ക് ഒരാൾ മാറുന്നതിനെ പറ്റിയാണ് ചോദ്യം. അല്ല വേണു, അത് തെറ്റാണെന്ന്. കാരണം അങ്ങനെ മൊത്തക്കച്ചവടമുള്ള സതീശനെ ഏൽപ്പിച്ച കാര്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. അതിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. എന്താണ്? ഇനി ഇതിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. വേണൊരു കാര്യം മറന്നുപോയി. ഈ വയനാട്ടിലത്തെ ഈ ഒരു സംവിധാനത്തിന് ശേഷം 12 ജില്ലാ ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞു. വേണു, അത് ഈ ചർച്ചക്കിടയിൽ ആരും പറഞ്ഞില്ല. ക്ഷമിക്കണം, ഈ തർക്കത്തിനിടയിൽ ആരും പറഞ്ഞില്ല. അതാ 12 ജില്ലാ ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞു. 110 അസംബ്ലി മണ്ഡലങ്ങളിലെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇതിനിടയ്ക്ക് നടന്നു, അല്ലാണ്ട് മലപ്പുറത്തുനിന്ന് തുടങ്ങുകയല്ല നാളെ. ഇത് കഴിയാറായി. 14 ജില്ലകളിലും കഴിയാറായി. 1-2 ജില്ല ഇനി ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്താണ്? സതീശൻ ഇത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ് മുളയിലേ നുള്ളാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവഞ്ചൂരിനോട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനിക്കാത്ത കാര്യങ്ങൾ പത്രങ്ങളിലൂടെ കൊടുക്കുന്നവരെ കണ്ടെത്തണം എന്നൊരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? മുമ്പിലുള്ള സാധ്യതകളെ കളയാതിരിക്കാനാണ്. ഇനി ഒരു കാര്യം ഞാൻ വേണ്ടൊക്കെ പറയാം. കോൺഗ്രസ്സിലെ ഇത്രയൊക്കെ നിങ്ങൾ ഈ പ്രശ്നം ഇങ്ങനെ ഊതി പറയുന്നുണ്ടല്ലോ വേണു, എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു പന്തം കൊളുത്തി പ്രകടനമോ അല്ലെങ്കിൽ ഒരു സതീശൻ വിരുദ്ധ പ്രകടനമോ ഒരു സുധാകര വിരുദ്ധ പ്രകടനമോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? അപ്പുറത്ത് CPM-ൽ അതാണോ സംഭവിക്കുന്നത്?